എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പൂരാവുകയില്ലേ? തൃശ്ശൂർ പൂരത്തിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. അതെന്താണെന്നറിയോ? ശക്തൻ തമ്പുരാൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പൂരമായിട്ട് അറിയപ്പെട്ടിരുന്നത് ആറാട്ടുപുഴ പൂരമായിരുന്നു. അന്ന് ആറാട്ടുപുഴ പൂരത്തിന് പല ദേശങ്ങളിൽ നിന്നുള്ള പൂരങ്ങളും ഒത്തുചേർന്നുകൊണ്ടാണ് നടത്തപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാ ദേവഗണങ്ങളും എത്തുമെന്നായിരുന്നു വിശ്വാസമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ദേശത്ത് നിന്നുണ്ടായിരുന്ന എല്ലാ കുഞ്ഞു കുഞ്ഞു പൂരങ്ങളും നേരെ പോയിട്ടുണ്ടായിരുന്നത് ആറാട്ടുപുഴയിലേക്കായിരുന്നു. 1796 ശക്തമായ മഴയും കാറ്റും പേമാരിയും കാരണം ചെമ്പുകാവ്, അയ്യന്തോള്, കാരമുക്ക്, ലാലൂര്, അതുപോലെ തന്നെ പാറമേക്കാവ് ഇങ്ങനെയുള്ള ദേശങ്ങൾക്കൊന്നും തന്നെ ആറാട്ടുപുഴയിലേക്ക് എത്താനായിട്ട് കഴിഞ്ഞില്ല. അവർ കുറച്ച് നേരം വൈകിയിട്ടാണ് പൂരത്തിന് എത്തിയത്. അപ്പോൾ അവിടെയുള്ള ദേശക്കാർ പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾക്ക് ഭ്രഷ്ടാണ് എന്ന് പറയുകയും ഇതിൽ ശക്തമായിട്ടുള്ള ദേഷ്യവും കോപവും മൂലം അന്നത്തെ രാജാവായിട്ടുണ്ടായിരുന്ന ശക്തൻ തമ്പുരാൻ പറഞ്ഞു, ഇനി മുതൽ വടക്കുംനാഥനെ സാക്ഷിയാക്കി നമ്മൾ ഏറ്റവും വലിയ പൂരം ഇവിടെ ആഘോഷിക്കാൻ പോവുകയാണ് എന്നും ഒരു കൽപ്പന അവിടെ പുറത്തിറക്കുകയാണ് ഉണ്ടായത്. തൃശ്ശൂർ പൂരത്തിന് ഏകദേശം 200 വർഷം പഴക്കമുണ്ട്. വിദേശികളടക്കം ഒരുപാട് ജനങ്ങളാണ് പൂരം കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിനാണ് തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്നത്. ആനപ്പൂരവും അതുപോലെ തന്നെ പൂരങ്ങളുടെ ഒരു പൂരം എന്ന് തന്നെയാണ് തൃശ്ശൂർ പൂരത്തെ അറിയപ്പെടുന്നത്. കാരമുക്ക്, ചൂരക്കൂട്ടുകാവ്, നെയ്തലക്കാവ്, ലാലൂര്, പനക്കോമ്പള്ളി ശാസ്ത്രാവ്, അയ്യന്തോൾ കാർത്യായനി, ചെമ്പുകാവ് ഭഗവതി എന്നീ 8 ചെറുപൂരങ്ങൾ ചേർന്നതാണ് തൃശ്ശൂർ പൂരം. പൂരത്തിന് എല്ലാവരും വന്നോളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.